ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നല്ല സൺലൈറ്റ് ആവുന്നോണ്ടിരിക്കണേ, കണ്ണ് കാണാൻ പറ്റാത്ത വെയില്. അപ്പം ഇന്ന് നമ്മൾ ഇപ്പം സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പം ഞാൻ അതിന് മുമ്പ് ഞാൻ ക്ലോത്തിങ്ങിൻ്റെ ഒരു ഈ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, തീർന്നിട്ടില്ല. അത് ചെയ്ത് തീർന്നിട്ട് വേണം നമുക്ക് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ. ഞാൻ ഷർട്ടായിട്ട് തയ്ച്ചേക്കുന്നത് ഈ ഒരു കളറ്, ഈ ഒരു സംഭവം ഷർട്ട് തയ്ച്ചിട്ട് ഇനി അതിൻ്റെ ബട്ടൺസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ബട്ടൺ ഹോൾ ഇടണം, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സൺലൈറ്റ് ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്കിന്ന് പോണം. ഇന്ന് 5 മണിയാകുമ്പോൾ ചെല്ലാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോയാണ് ഇത്. ഞാൻ ബട്ടൺ ഹോൾ പിടിപ്പിക്കാൻ പോവുകയാണേ. ഞാൻ ഓൾറെഡി 2 ബട്ടൺ ഹോൾ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബട്ടൺ ഹോൾ പിടിപ്പിക്കുന്നത്. ഈസി, അത്ര പാടൊന്നുമില്ല. ബട്ടൺ ഹോൾ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബട്ടൺ ഹോൾ പിടിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൂട്ടറാണ്. അപ്പം നമുക്ക് ഈ ഒരു ഫൂട്ടർ വേണം. നമുക്കൊരു ഫൂട്ടർ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഫൂട്ടർ അറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്. അതിങ്ങനെ വെക്കുക, ഇത് കറക്റ്റ് അവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടുത്തെ ലിവറെ പിടിച്ച് താത്തിയിട്ട് പൊക്കുമ്പോൾ ഫൂട്ടർ പിടിപ്പിക്കും. ഫൂട്ടർ അവിടെ അറ്റാച്ച് ആയിക്കൊള്ളും, അത്രേ ഉള്ളൂ. ഈ സംഭവത്തിൽ ഈ 0 to 1 ഇടയ്ക്കാണ് ഞാൻ ഇടാറ്. 0 to 1 ഇടയ്ക്കിടുക. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതാണ് ബട്ടൺ ഹോൾ പിടിപ്പിക്കാനുള്ള 3 ഐക്കൺസ്. അപ്പൊ ആദ്യം ഫസ്റ്റ് നമ്മൾ ഇവിടെ നമ്പർ ഉണ്ട്, നമ്പർ അനുസരിച്ച് 1 2 3 4 4 2 സെയിം തന്നെ, പിന്നെ 1 2 ഉണ്ട്. അപ്പൊ നമുക്ക് 1 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 അപ്പൊ നമുക്ക് നേരെ ഇതെടുത്ത് 1 ഇടുക. ഇവിടുത്തെ ആരോമാർക്കും ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്നാൽ മതി. ഓൾറെഡി ഇവിടെ ബട്ടൺസ് ഫുൾ ഞാനിവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്കിവിടെ സെയിം ലെങ്ത് ഇത് അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. ഞാനിവിടെ ജസ്റ്റ് ചോക്ക് വെച്ച് ഇങ്ങനെ വരച്ച് എന്തോരമാണ് വേണ്ടതെന്ന് വരച്ചു. നമുക്കിനി തയ്ക്കാം. ഇവിടെ ഫസ്റ്റ് താഴെ തന്നെ വെച്ചു കൊടുക്കുക. നമ്മളിത് 1 ഇത് കിടക്കുന്നത്. ഇത് പിന്നെ 0 to 1 ഇടയ്ക്ക് എവിടെയെങ്കിലും ഇടുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ബട്ടൺ ഹോൾ. ഇങ്ങനെയാണ് ബട്ടൺ ഹോൾ പിടിപ്പിക്കുന്നത്. ക്യാമറ കിടന്നു ഞാൻ ഇടുമായിരുന്നു. ബട്ടൺ ഹോൾ ഞാൻ ഫസ്റ്റ് ടൈം പിടിപ്പിക്കുന്നത്. പക്ഷെ അത്ര പേടിച്ച പോലെ ഒന്നും അല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വന്നു ബട്ടൺ ഹോൾ, കറക്റ്റ് ആയിട്ട്. കണ്ടോ എങ്ങനെ നമുക്കിത് ഹോൾ ഇടണം. ഇതുപോലത്തെ ത്രെഡ് കട്ടർ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കുത്തുക. കുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഹോളായി. ഹലോ ഗൈസ്, സമയം 5 മണിയായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഇവിടെ എവിടെ കണ്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ല. ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത് എന്റെ പുതിയ ഷർട്ട് കണ്ടോ. ഇതിന്റെ ഉള്ളിൽ ഞാനൊരു വൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ട് അങ്ങനെ ഒരു ലുക്കിലാണ് ഞാൻ എടുക്കുന്നത്. ശശിയായ ദിവസം അതെ, രാവിലെ തൊട്ട് ഉടുപ്പൊക്കെ തയ്ച്ചിട്ടത്. ഞാൻ വീട്ടിൽ തിരിച്ചു കയറി വന്നപ്പോൾ തന്നെ എന്റെ ഫോൺ അടിച്ചു പോയി. അപ്പൊ ഞാൻ ചേട്ടൻ മറ്റേ റബ്ബർ ബാൻഡ് ഇട്ട് തന്നിട്ടാണ് ഈ ഫോൺ. ഇതാണ് ഇപ്പൊ എന്റെ ഫോണിന്റെ അവസ്ഥ. എനിക്കിഷ്ടം ഇങ്ങനെ പുറത്തു പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം. പക്ഷെ എനിക്കിങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, പോകാനായിട്ടൊന്നുമില്ല. എനിക്ക് ട്രാവൽ ചെയ്യാൻ എനിക്കിഷ്ടം, ട്രാവലിംഗ് ബ്ലോഗൊക്കെ ചെയ്യാൻ ഇഷ്ടം. പക്ഷെ അങ്ങനെ
ആരും തന്നെ പോകാൻ പറ്റത്തില്ലല്ലോ, തന്നെ പോകാൻ എനിക്ക് മടിയാ. അന്ന് ഞാൻ തന്നെ ഒരു കല്യാണത്തിന് പോയതോ, അത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാ പോയെന്ന് എനിക്കറിയാവുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു വീഡിയോ ആയിരുന്നു. അത്രേ ഉള്ളൂ. ബൈ.